വീഡിയോ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ കൊച്ചിന് പനിയായിട്ടൊന്നും സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ തമ്പനയിൽ കാണിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മുടെ വീഡിയോ കേട്ടോ. കുറച്ച് ടിപ്പുകളുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ പാലിൽ തിളപ്പിക്കാൻ വെച്ചേക്കുന്നതാണ്. അപ്പോൾ തിളച്ച് തൂക്കി പോകാതിരിക്കാൻ ഒരു തടി സ്പൂൺ എൻ്റെ മേൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ അതിനു മുമ്പ് വേറെ കുറച്ച് പാല് കാച്ചിട്ട് പിരിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ഞാനത് വെറുതെ കളയില്ല കേട്ടോ. പാല് പിരിഞ്ഞു പോണത് അത് നമുക്ക് തൈരാക്കി എടുക്കാം കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ അതിലൊക്കെ ഇച്ചിരി തൈരോടെ ചേർത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് തൈരായിട്ട് നമുക്ക് മോര് കാച്ചാനൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഇത് മുന്തിരിങ്ങ വാങ്ങിയത് ഞാൻ ഉപ്പും മഞ്ഞളിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഇപ്പോൾ ചേട്ടായിട്ട് കൂട്ടി കഴിഞ്ഞപ്പോൾ ചേട്ടായി ഉച്ചയ്ക്ക് വന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ വൈകിട്ട് ഇപ്പോൾ നോമ്പ് തുറയൊക്കെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ കടികളൊക്കെ പല തരത്തിലുള്ള കടികൾ കിട്ടും. അപ്പോൾ സാധാരണ സ്ഥിരം ഞങ്ങൾ പഴംപൊരി അല്ലെങ്കിൽ സമോസ വാങ്ങിക്കാറ്. എന്നാലും ഞങ്ങൾ ഇത്തവണ സമോസ തന്നെ വാങ്ങിച്ചു. പക്ഷേ പഴംപൊരി നല്ല സോഫ്റ്റ് നല്ല പഴംപൊരി ആയിരുന്നു കേട്ടോ. പഴംപൊരിയും സമോസ വാങ്ങിക്കൊണ്ട് വന്നത് അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് യൂണിറ്റ് ഉണ്ടായിരുന്നു. യൂണിറ്റിന് പോയപ്പോൾ അഭിമോൾ ട്യൂഷന് പോയാണ്. അഭിമോൾ വന്നില്ല. അപ്പോൾ ഞാനും ചേട്ടൻ കൊച്ചും കൂടി പോയത്. അപ്പോൾ നമ്മുടെ ക്രിസ്മസിന് പെരുന്നാളിന് യൂണിറ്റ് വർഷത്തിന് ഡാൻസ് കളിച്ചവർക്ക് സമ്മാനം ഉണ്ടായിരുന്നു. അപ്പോൾ അഭിമോൾക്കും ഒരു പാത്രം ഒരു പേനയും കിട്ടി കേട്ടോ. അബിക്ക് വേറെ ഞാൻ പോയി വാങ്ങി കേട്ടോ. ട്യൂഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അപ്പനെ കൊണ്ട് മാഗി വാങ്ങിപ്പിച്ചാണ് വന്നത് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ചോറിന് കൊണ്ടുപോയി പയറും കായം കൊണ്ട് വളർത്താമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം പയറും കായം കൊണ്ടേ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പിരിഞ്ഞു പോയ പാല് തൈരാക്കി എടുത്തേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഒരു കൂപ്പ് തൈര് വാങ്ങിയായിരുന്നു മോര് കാച്ചാനായിട്ട്. ഞങ്ങൾ സ്ഥിരം വാങ്ങണ തൈര് ഈ കട്ട തൈരാണ് കുപ്പിയിലാട്ടോ. അതാകുമ്പോൾ അധികം പുളിയില്ലേ. എൻ്റെ അപ്പൂസിന് പനിയായിട്ട് അപ്പൂസിനെ ഇന്നലെ ഇരുന്ന് സ്കൂളിൽ വിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് അവൻ്റെ അടുത്തിരിപ്പുണ്ട് കേട്ടോ. എൻ്റെ അടുത്തിരുന്ന് എന്തൊക്കെയോ പാട്ട് പാടുകയോ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലത്തെ കുക്കിങ് ഞാനും ചേട്ടായും കൂടിയാണേ. അപ്പോൾ ചേട്ടയുടെ പയറും കായങ്ങളും വളർത്തുന്നുണ്ട്, ഞാൻ മോരും കാച്ചുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണുകളും തവികളും ഒക്കെ ഗ്യാസിൻ്റെ മേലേക്ക് വെക്കാതെ അതുപോലെ പാത്രത്തിൻ്റെ മേളിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ വൃത്തിയായിട്ടിരിക്കുകയും എനിക്കിങ്ങനെ സ്റ്റൗവിൻ്റെ മേലെ കൊണ്ട് വെക്കണമെന്ന് ഇഷ്ടമല്ല എനിക്ക് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എപ്പോഴും ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ കൊണ്ട് വെക്കാറേ. അങ്ങനത്തെ ചേട്ടായി അവിടെ അടിപൊളിയായിട്ട് കായും പയറും കൊണ്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ മോരും കാച്ചിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ മോരൊക്കെ കാച്ചുമ്പോഴേ ഹൈ ഫ്ലെയിമിലാതെ ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ. അല്ലെങ്കിൽ അത് തിളച്ചിട്ട് അത് പിരിഞ്ഞു പോകും. പിന്നെ ഉപ്പും ലാസ്റ്റ് ഇടാം കേട്ടോ. പിന്നെ കായപ്പൊടിയും ഉലുവപ്പൊടിയും ആണെങ്കിൽ ഞാൻ തീ ഓഫാക്കിയതിന് ശേഷം ലാസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി മൂടി വയ്ക്കുക ചെയ്യണം കേട്ടോ. നോമ്പൊക്കെയല്ലേ, അതുകൊണ്ട് എന്നോ മീൻ വാങ്ങിക്കാറില്ല കേട്ടോ. ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ ചൊവ്വാഴ്ച മോര് കറിയും പയറും കായം കൊണ്ട് വളർത്തിയതായിരുന്നു കേട്ടോ. പിന്നെ കറികൾ ഞാൻ ഉണ്ടാക്കിയ പാത്രങ്ങൾ ഇത് വേറെ ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയും അപ്പോൾ അത്രയും കൂടെ സ്പേസ് അടുക്കളയിൽ കിട്ടും. പിന്നെ ഇത് രാവിലെ അപ്പവും കടലക്കറിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഇത് ചേട്ടായി കുറച്ച് മുണ്ടും എൻ്റെ സെറ്റ് സാരിയൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തിരുന്നു. അപ്പോൾ ചേട്ടായി പോയിട്ട് അത് വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. നല്ല പക്കയായിട്ട് നല്ല ഭംഗിയായിട്ടാണ് ചെയ്ത് തരുന്നത്. നല്ല മണം ഉണ്ട് അതിനകത്ത് കേട്ടോ. അപ്പോൾ ഇത് 2 കപ്പ് വാങ്ങിയതാണേ. ഞാൻ പിങ്കും ബ്ലൂ നോക്കിയിട്ട് പിങ്ക് കിട്ടിയില്ല. അപ്പം പിങ്കിന് വരെ ഓറഞ്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബ്ലൂ ഒരെണ്ണം കിട്ടി കേട്ടോ. അപ്പോൾ അത് അപ്പൂസിന് പനിയായിട്ട് അപ്പൂസ് ഇങ്ങനെ ഉറങ്ങി എണീച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഉറങ്ങി എണീറ്റപ്പോൾ ഒരു വാശിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പം അവന് വേണ്ടി വാങ്ങിയ പുതിയ കപ്പിൽ അവന് തന്നെ ചായ ഉണ്ടാക്കാനായിട്ട് പാൽ അതിൽ ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിട്ട് അപ്പോൾ അവനെ കൊണ്ട് തന്നെ ഞാൻ കുറച്ച് പാൽ അതിനകത്ത് കൊഴിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായപ്പൊടിയും പഞ്ചസാര ഇടുന്നേരം ഒന്നരം വാശി പഞ്ചസാര ഇടണം എന്നുണ്ടൊക്കെ. അങ്ങനെ ഞാൻ അവൻ്റെ കൈ പിടിപ്പിച്ച് ഞാൻ ദൂരെ നിർത്തിക്കൊണ്ട് പഞ്ചസാര ഇടിച്ചു കൊടുത്തു കേട്ടോ. ഒന്നാമത് പനി അതിൻ്റെ കൂടെ ചുമ്മായിട്ട് കറിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവൻ്റെ വാശിക്ക് നിന്ന് കൊടുത്തതാണ് കേട്ടോ. അങ്ങനത്തെ ചായ കുടിക്കാനൊക്കെ വന്നിരിക്കുവാണേ. അപ്പോൾ ആൾക്ക് നല്ല ക്ഷീണമാണ്. അപ്പോൾ രാവിലെ കഴിക്കാൻ കൊടുത്തൊരു കാഴ്ചയൊന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ പോയിരുന്നുണ്ട് കുറച്ച് ബണ്ണിൻ്റെ മെറ്റീരിയൽ എൻ്റെ ഇരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വരുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ എല്ലാം ഫുള്ള് കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് ഓരോന്നും തരംതിരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതൊക്കെ എല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പേപ്പറിൽ പൊതിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ആ പേപ്പർ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പേപ്പർ ഉണ്ടല്ലോ നമുക്കൊരു പേപ്പർ ബാഗ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചേട്ടോ. ചുമ്മാ പേപ്പർ പൊതിഞ്ഞ് വെച്ചാൽ അതൊരു ഭംഗി ഉണ്ടാവില്ല, അത് ഒരുമാതിരി ഇരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഒരു പേപ്പർ ബാഗ് ഉണ്ടാക്കിയാലോ. അങ്ങനെ ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കിയാട്ടോ സിമ്പിളായിട്ട് എങ്ങനെ പേപ്പർ ബാഗ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ യൂട്യൂബ് നോക്കി പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ പഠിച്ചു കേട്ടോ. അങ്ങനെ അതായത് 3-4 ഒന്നിച്ച് ഉണ്ടാക്കി കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ വേണമെങ്കിൽ വള്ളിയും വെക്കാം, പക്ഷേ വള്ളി വെക്കണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ചുമ്മാ പറക്കി എടുത്ത് വെച്ചാണ് കേട്ടോ. അങ്ങനെ ഒരു 3-5 കവർ ഉണ്ടാക്കി 3-5 കവറിലാക്കി ഞാൻ ഈ ബണ്ണുകളെല്ലാം പറക്കി വെച്ചിട്ടോ. അപ്പോൾ ഒപ്പം എൻ്റെ അപ്പൂസ് ഇരുന്ന് സഹായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ കാണാം നമ്മുടെ ഒരു 10 മണി ഇങ്ങനെ കുഞ്ഞു പൂവായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഇത് ഞാൻ അടുത്തുള്ള വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്. ആദ്യത്തെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ വാച്ചിങ് എന്ന് പറഞ്ഞു. താങ്ക് യു.
കൊഞ്ഞരി പിള്ള